ഈ ടെക്നോ പാർക്കിൽ എന്താണ് പറ്റിയത്? 90കളുടെ ആദ്യം ഞാൻ പ്രോജക്റ്റ് ചെയ്തത് ഇവിടെ ടെക്നോ പാർക്കിലാണ്. എൻ്റെ 95ലാണ് ഞാൻ കോളേജിൽ നിന്ന് പാസ്സാവുന്നത് 1995. അന്ന് ഞാൻ ഇവിടെയൊക്കെ കറങ്ങി നടപ്പുണ്ട്. അന്ന് ഇവിടെ 2 ബിൽഡിംഗ് ഉണ്ട്, പാർക്ക് സെൻ്ററുണ്ട്. നിളയുടെ പണി എനിക്ക് തോന്നുന്നു അപ്പോഴും തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ ഭവാനിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അന്നൊരു കുന്നുണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ചായക്കടയുണ്ട്. ഇത്രയാണ് ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ടെക്നോ പാർക്ക് വാസ് ഈ പി വി നരസിംഹ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് വിജയരാഘ സാറിൻ്റെ ബുക്കിൽ. ഇതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ അപ്പം തന്നെ the then Prime Minister called the CEO, then CEO of Technopark and said, I want something like this set up in Hyderabad. നമ്മൾ എന്തുകൊണ്ടാണ് എവിടെയാണ് നമ്മൾ മിസ്സായത്? മാർക്കറ്റിങ്ങിലാണ് നമ്മൾ മിസ്സായതെന്ന് ഞാൻ പറയും. കാരണം പണ്ട് എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരെ ക്ലൈമറ്റ് ഒരു വലിയ ഫാക്ടറായിരുന്നു. കാരണം ബാംഗ്ലൂർ നമുക്ക് വൈകുന്നേരം എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. സോ സംബഡി ഫ്രം കാലിഫോർണിയ വിൽ ഫീൽ ദാറ്റ് ഓ സെയിം ക്ലൈമറ്റ്, ഇറ്റ്സ് ഹോം എന്ന് തോന്നാം. ഹൈദരാബാദിൽ ആ തണുപ്പൊന്നും ഇല്ലല്ലോ, ചെന്നൈയിൽ ആ തണുപ്പൊന്നും ഇല്ലല്ലോ. നമ്മൾ അതിനെക്കാട്ടിലും എന്തുകൊണ്ടും മനോഹരമാണ് കേരളം, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യാത്തത്? എൻ്റെ അഭിപ്രായത്തിൽ മാർക്കറ്റിംഗ് മാത്രമാണ് നമ്മൾ ചെയ്യാത്തത്.